എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് തിങ്ക് അബൌട്ട് ഓൾ പോസിബിൾ ആംഗിൾസ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, എല്ലാ വശത്തു നിന്നും നമ്മൾ ചിന്തിക്കണം എന്നാണ് പറയുന്നത്. അപ്പം ഇതിനു മുമ്പ് നമ്മൾ കണ്ട ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്, നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ക്രിയാത്മകമായിട്ട് നമുക്ക് സൃഷ്ടിക്കണം എന്നുണ്ടെങ്കിൽ ചിന്തിക്കാൻ സാധിക്കണം. ആ ചിന്തയിലൂടെ നമുക്കൊരു ഐഡിയ ഉണ്ടാകും. ആ ഐഡിയ വഴി നമുക്ക് തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ സാധിക്കും, നേടിയെടുക്കാനായിട്ടും സാധിക്കും എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ എല്ലാ വശത്തു നിന്നും ചിന്തിക്കാനായിട്ട് സാധിക്കണം നമുക്ക്. അതിൻ്റെ നല്ലൊരു ഉദാഹരണം പറയാം. നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള പല കാര്യങ്ങളും ചില സമയത്ത് മാത്രം ഉപയോഗമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു പക്ഷേ ഇങ്ങനെ വേണമെങ്കിൽ ചിന്തിക്കാം, കുറേ വർഷങ്ങൾക്ക് മുമ്പ് പ്ലാസ്റ്റിക് കണ്ടുപിടിച്ചപ്പോൾ ആ പ്ലാസ്റ്റിക് കൊണ്ട് അന്നത്തെ കാലത്ത് ഒരുപാട് പ്രയോജനമുണ്ടായിരുന്നു. നമുക്ക് കാര്യങ്ങൾ സൂക്ഷിച്ചു വയ്ക്കാം, കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് വാങ്ങാൻ സാധിക്കും, അത് പെട്ടെന്ന് നമുക്ക് എവിടെയെങ്കിലും കളയാം എന്നൊക്കെ നമ്മളന്ന് ചിന്തിച്ചിട്ടായിരിക്കാം ഒരു പക്ഷേ പ്ലാസ്റ്റിക് കണ്ടുപിടിച്ച ആളുകൾ അതിനെ കണ്ടുപിടിച്ചതും. അത് തുടർച്ചയായിട്ട് പല ആളുകൾ അങ്ങനത്തെ പ്ലാസ്റ്റിക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു. പക്ഷേ ഇന്നത്തെ ഒരു അവസ്ഥയിൽ ശരിക്കും ആ പ്ലാസ്റ്റിക് കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് ഈ ഒരു എന്താ പറയുക അന്തരീക്ഷത്തിന് ഉണ്ടാകുന്നത്, അല്ല ഈ ഭൂമിക്ക് ഉണ്ടാകുന്നത്. അപ്പം അതിനെ നമ്മൾ ഉപയോഗിക്കാതിരിക്കാനുള്ള കാര്യങ്ങളാണ് ഇപ്പം പല രാജ്യങ്ങളും അതിന് വേണ്ട നടപടികൾ എടുക്കുന്നത്. അപ്പം നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യവും, അതൊരു പ്രസ്ഥാനം ആയിക്കോട്ടെ, ഒരു പ്രോഡക്റ്റ് ആയിക്കോട്ടെ, ഒരു സർവീസ് ആയിക്കോട്ടെ, എന്തെങ്കിലും നമ്മൾ സൃഷ്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭാവിയും കൂടെ ചിന്തിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. എന്ന് വെച്ചാൽ അത് ചെയ്യാതിരിക്കുക എന്നുള്ളതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. പല ആളുകളും അങ്ങനെ ചെയ്യാറുണ്ട്. ആദ്യം ഒന്ന് ചിന്തിക്കും, വേറൊരു വശത്ത് നിന്ന് ചിന്തിക്കുമ്പോഴത്തേക്കും അത് വേണ്ട എന്ന് വിചാരിച്ച് ജീവിതത്തിൽ ഒരു കാര്യവും ചെയ്യാറില്ല, ശ്രമം പോലും എടുക്കാറില്ല എന്നുള്ളതാണ്. അങ്ങനെയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കണം, അതിനൊരു ശ്രമം എടുക്കണം. പക്ഷെ ചിന്തിക്കുമ്പോൾ എല്ലാ വശത്തു നിന്നും കൂടെ ചിന്തിക്കേണ്ടതായിട്ട് വരും. എന്നുവെച്ചാൽ ഞാൻ സൃഷ്ടിക്കാൻ പോകുന്ന കാര്യങ്ങൾ നാളെ ഒരു കാലത്ത് ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് വരുമോ എന്നുള്ള രീതിയിലും കൂടെ ചിന്തിച്ചിട്ട് വേണം അതിന് വേണ്ട ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഈ രീതിയിൽ എക്കാലത്തേക്കും നിലനിൽക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ സൃഷ്ടിക്കുന്ന ഏതൊരു കാര്യവും എന്നുള്ള രീതിയിൽ ചിന്തിച്ച് തീർച്ചയായിട്ടും ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.